എല്ലാവർക്കും നമസ്കാരം. ഇത് കിക്ക് ഓഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ആദ്യത്തെ സെമി ഫൈനൽ മത്സരം കഴിഞ്ഞിരിക്കുകയാണ്. ചെൽസി 2-0 ഫ്ലുമിനൻസിനെ തോൽപ്പിച്ചുകൊണ്ട് ഫൈനൽ മത്സരത്തിന് യോഗ്യത നേടിയിരിക്കുകയാണ്. നാളെ വെളുപ്പിന് PSG-യും റയൽ മാഡ്രിഡും തമ്മിലുള്ള മത്സരത്തിലെ വിജയികളെയായിരിക്കും അവർ ഫൈനലിൽ നേരിടാൻ പോകുന്നത്. അപ്പോൾ ഈ സ്കോർ ലൈൻ സൂചിപ്പിക്കുന്ന പോലെ ഏകപക്ഷീയമായ മത്സരമൊന്നും ആയിരുന്നില്ല ചെൽസിയും ഫ്ലുമിനൻസും തമ്മിൽ. അവർ വേണ്ട രീതിയിൽ കഴിയുന്ന രീതിയിൽ ഫ്ലുമിനൻസ് പോരാടി. പക്ഷേ ക്വാളിറ്റി വൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ചെൽസി ഒരുപാട് ദൂരം മുന്നിലായതുകൊണ്ട് ചെൽസി വളരെ കംഫർട്ടബിൾ ആയിട്ട് ജയിച്ചു കയറുകയായിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ കോൾവിൽ ഇല്ലായിരുന്നു, ഡെലാപ്പില്ലായിരുന്നു. ഡെലാപ്പിന് വരെ ജാവോ പെഡ്രോ ഇറങ്ങിയിരുന്നു. അപ്പം കോൾവിൽ ഇല്ലായിരുന്നത് കൊണ്ട് എൻസോ മരാസ്കയ്ക്ക് ഡിഫൻസീവ് വലിയ തലവേദന ഉണ്ടായിരുന്നിരിക്കണം മത്സരത്തിന് മുമ്പ്. പക്ഷേ കുക്കുറയ അവിടെ അവസരത്തിനൊത്ത് ഉയരുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നലത്തെ മത്സരത്തിൽ തന്നെ ഗോൾ കീപ്പറെ മീറ്റ് ചെയ്തു വന്ന ഒരു ബോൾ അദ്ദേഹം ഗോൾ ലൈനിൽ കൂടെ സേവ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. കുക്കുറയ സേവ് ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ആ കോൾവിലിൻ്റെ അഭാവമൊക്കെ നികത്തിയത് ഈ കുക്കുറയാണ്. പിന്നെ ദലാപ്പിന് ശേഷം വന്ന ജാവോ പെഡ്രോ ആയിരുന്നു ഈ മത്സരത്തിൻ്റെ ഹൈലൈറ്റ്. നല്ല 2 വേൾഡ് ക്ലാസ് ഗോളുകളാണ് അദ്ദേഹം ഇന്നലെ അടിച്ചത്. അപ്പോൾ ആദ്യത്തെ ഗോളിലേക്ക് വരികയാണെങ്കിൽ പെഡ്രോ നെറ്റോ ലെഫ്റ്റ് സൈഡിൽ കൂടെ മുന്നേറുന്നു. അദ്ദേഹം പെട്ടെന്ന് ബോക്സിലേക്ക് ഒരു ക്രോസ് നൽകുന്നു. പക്ഷേ തിയാഗോ സിൽവ അത് ക്ലിയർ ചെയ്യുന്നു. പക്ഷേ ആ ക്ലിയർ ചെയ്ത ബോൾ നേരെ വരുന്നത് ജാവോ പെഡ്രോയിലേക്കാണ്. കറക്റ്റ് പൊസിഷനിങ്ങിലായിരുന്നു ആ സമയത്ത് ജാവോ പെഡ്രോ. അദ്ദേഹം ബോക്സിലേക്ക് ഒരു കർവിംഗ് ഷോട്ട്, ഒരു വേൾഡ് ക്ലാസ് ഷോട്ടായിരുന്നു അത് ഫാബിയോ ചാടി നോക്കിയെങ്കിൽ അതൊന്നും കിട്ടുന്നില്ല. വളരെ മനോഹരമായ ഒരു ഗോൾ. ആ ഗോൾ നേടിയതിനു ശേഷം അദ്ദേഹം സെലിബ്രേഷൻ ഒന്നും നിന്നില്ല. കാരണം അദ്ദേഹത്തിന് ബോയ്ഫുഡ് ക്ലബ്ബ് ഈ ഫ്ലുമിനൻസ് ആണ്. അതുകൊണ്ട് അദ്ദേഹം സെലിബ്രേഷൻ ഒന്നും നിന്നില്ല. അപ്പോൾ രണ്ടാമത്തെ ബോളും അതിനേക്കാൾ മനോഹരമായ ഒരു ഗോളായിരുന്നു രണ്ടാമത്തെ ഗോളും. അതൊരു കൗണ്ടർ അറ്റാക്കിങ്ങിൽ നിന്നാണ് ആ ഗോൾ പിറക്കുന്നത്. ജാവോ പെഡ്രോയിലേക്ക് പന്ത് വരുന്നു. അദ്ദേഹം പെട്ടെന്ന് കട്ട് ഇൻസൈഡ് ചെയ്ത് ബോക്സിലേക്ക് ഒരു വെടിയുണ്ട പോലത്തെ ഒരു ഷോട്ട് കൊടുക്കുകയായിരുന്നു. ബാറിൽ തട്ടി അത് ഗോളാവുകയായിരുന്നു. അടുത്ത സീസണിലേക്കൊക്കെ പോകുമ്പോൾ ചെൽസിക്ക് ഏറ്റവും ആത്മവിശ്വാസത്തോടെ ഇറങ്ങാൻ സാധിക്കും. ചെൽസിയുടെ കഴിഞ്ഞ സീസണിലൊക്കെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഫൈനൽ തേർഡിൽ നല്ലൊരു സ്ട്രൈക്കർ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ അഭാവം നികത്തുന്ന ഒരു പ്രകടനമായിരുന്നു ഈ മത്സരത്തിൽ ജാവോ പെഡ്രോ കാഴ്ചവെച്ചത്. ചെൽസിക്ക് വേണ്ടി ഫസ്റ്റ് 11 ഇറങ്ങിയ എല്ലാവരും അവരുടെ പേരിനൊത്ത പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പിന്നീട് വന്ന നിക്കോ ജാക്സനൊക്കെ വെറും വേസ്റ്റ് ആയിരുന്നു എന്ന് പറയും. കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടാണ് ആവശ്യമില്ലാതെ കാർഡ് മേടിച്ച് ടീമിൽ നിന്ന് പുറത്താകുന്നു. ഇതൊക്കെ ഒരു മാനേജറെ സംബന്ധിച്ചുള്ള അതൊക്കെ വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ്. എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു പ്ലെയറാണ് ഈ നിക്കോ ജാക്സൺ എന്ന് പറയുന്നത്. കാരണം ഒരു ചെൽസിയിലേക്ക് വന്നിട്ട് ഒരു ഇമ്പ്രൂവ്മെന്റും കാണിക്കാത്ത ഒരു പ്ലെയറാണ് ഈ നിക്കോ ജാക്സൺ. ഇന്നലെ തന്നെ അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടുന്നു. അദ്ദേഹം ജാവോ പെഡ്രോയ്ക്ക് കിട്ടിയ അതേപോലത്തെ ഒരു ചാൻസ് ആണ് നിക്കോ ജാക്സനും കിട്ടിയത്. അദ്ദേഹത്തിന് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. റൈറ്റ് സൈഡിലേക്ക് പാസ് കൊടുക്കാം. കോൾ പാൽമറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. റൈറ്റ് സൈഡിലേക്ക് പാസ് കൊടുക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം നേരെ ബോക്സിലേക്ക് ഒരു ഷോട്ട് എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ അത്ര കോൺഫിഡൻസ് ഒന്നും അല്ലായിരുന്നു. എന്നിട്ടും അദ്ദേഹം ആ ഷോട്ട് എടുക്കുന്നത് വെളിയിലേക്ക് പോവുകയായിരുന്നു. ഇതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ജാവോ പെഡ്രോ. പക്ഷേ ആദ്യത്തെ ഗോളോടുകൂടി ജാവോ പെഡ്രോ വളരെ കോൺഫിഡൻസിലായിരുന്നു. അദ്ദേഹം പിടിയുണ്ട കണക്കിന് ഒരു ഷോട്ട് കട്ട് ഇൻസൈഡ് ചെയ്ത് ഗോൾ അടിക്കുന്നത് ഗോളായി മാറുന്നു. എന്തായാലും അടുത്ത സീസണിലേക്ക് പോകുമ്പോൾ ചെൽസി ഒരു തീപ്പൊരി ടീം തന്നെയായിരിക്കും. ചെൽസി ഇപ്പോൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ മത്സരം കഴിയുമ്പോൾ നമുക്കറിയാം ചെൽസി ആരുമായിട്ടായിരിക്കും ഫൈനൽ മത്സരം കളിക്കുക എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ മത്സരത്തിൽ PSG ജയിക്കുമോ, റയൽ മാഡ്രിഡ് ജയിക്കുമോ? നമുക്ക് രണ്ടാമത്തെ സെമി ഫൈനൽ മത്സരത്തിന് ശേഷം വീണ്ടും കാണാം. താങ്ക് യു.